പബ്ജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചെയ്യുന്നവരും യൂട്യൂബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതുമായവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെങ്കിൽ പവർ ഡയറക്റ്റ് എന്നുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മൊബൈൽസിലും അതുപോലെ തന്നെ നമ്മുടെ PC യിലെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആ ഒരു പവർ ഡയറക്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് പേജിൽ നിന്ന് നമുക്ക് ഇമേജസും അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഏതാണോ വീഡിയോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ലാസ്റ്റ് ചെയ്ത ഒരു കുക്കിംഗ് വീഡിയോ, ഒരു എഗ് സൂഫ്ല ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാനവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് പേജാണ്, നമ്മുടെ ഓപ്പണിംഗ് പേജാണ്. അതായത് നമ്മുടെ ബാനറാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ആ ടൈം ലൈനിൽ കൊണ്ടുവന്ന് വെക്കണം. ഞാൻ ആദ്യം നമ്മളുടെ ബാനർ ഡ്രാഗ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ടൈം ലൈനിൽ. അതേപോലെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ എഗ് സൂഫ്ലയുടെ വീഡിയോ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്തിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ ടൈം ലൈനിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ഡ്രാഗ് ചെയ്ത ടൈം ലൈനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണുന്ന ലൈബ്രറിയിൽ കാണുന്ന ഒരു വീഡിയോ കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഫക്ട്സോ ആനിമേഷൻസോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബാനർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എഫക്ട്സ് ഒന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാനറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് എഫക്ട്സ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ നമുക്ക് പാൻ ആൻഡ് സൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലെ ഒരു സ്ക്രീൻ പോപ്പപ്പ് ആകും. അതിനകത്ത് കുറേ ഡിഫറൻസ് ആയിട്ടുള്ള അനിമേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു അനിമേഷൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തംബ്നെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് പാൻ ആൻഡ് സൂം എന്നുള്ളൊരു അനിമേഷനാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴെ മോഷൻ ഡിസൈനർ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് ഏത് ഏരിയയിലേക്കാണോ കൂടുതലായിട്ട് ഫോക്കസ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്രെയിം ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെ മുതലാണോ ഈ ഒരു സൂമിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്ക് ഈ ഫ്രെയിം വെക്കാം. നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്ട്സ് നമുക്ക് അതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഫൈനലി ആ ഒരു ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ എൻ പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ടൈം ലൈനിൽ ഇട്ടിരിക്കുന്ന ആ ഒരു എൻ പേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് എൻഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും.
നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടണം അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വീഡിയോ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ പവർ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പവർ ടൂൾസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളുടെ കുക്കിംഗ് വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ഒരു അഡീഷണൽ വീഡിയോ കൂടി ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊരു ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ ടൈം ലൈനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് കൂടി ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ട്രാൻസിഷനിൽ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് രണ്ട് വീഡിയോൻ്റെയും മിഡിൽ സെൻട്രലായിട്ട് നമുക്ക് ആ ട്രാൻസിഷൻ ഡ്രാഗ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ട്രാൻസിഷൻ ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ ആ ഒരു ട്രാൻസിഷൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാരലായിട്ട് അഡീഷണൽ വീഡിയോ കൂടി ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ആഡ് ചെയ്തിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ഇമ്പോർട്ട് ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേവറേറ്റ് മ്യൂസിക്, ഇപ്പോൾ നമ്മൾക്ക് ഏതാണോ മ്യൂസിക് വേണ്ടത് അതേപോലെ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ ഇമ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ വീഡിയോസ് ഇമേജസ് എല്ലാം നമ്മൾ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ, അതേപോലെ നമ്മൾ ആ മ്യൂസിക്കും ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവന്നേക്കാം. അപ്പോൾ നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ആ മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളതിന് വേണ്ടിയിട്ട് ആ മ്യൂസിക്കിൻ്റെ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അത്രയും സ്പേസ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അത് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ മാറ്റുള്ള വീഡിയോസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലൊരു സ്ക്രീൻ നമ്മൾക്ക് ഓപ്പൺ ആകും.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു പേജിൽ ക്രോം കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഐ ഡ്രോപ്പ് കാണാൻ പറ്റും അവിടെ അതിൻ്റെ തൊട്ട് താഴെ. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ എഫക്റ്റ് മൊത്തമായിട്ടും ഡിസപ്പിയർ ആവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു വീഡിയോയുടെ ഫ്രെയിം നമുക്ക് ചെറുതാക്കിയിട്ട് അത് സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ വെക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷനും അത് മാത്രം ആ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മെയിൻ ഈ വീഡിയോ എഡിറ്റിംഗ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ റെൻഡർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കടുത്ത് പ്രൊഡ്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും ആ ഒരു പേജിൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇത് ഏത് പാത്തിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4K ക്വാളിറ്റിയാണ്. അപ്പം നിങ്ങളും ഇതേപോലെ 4K യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടി ലഭിക്കുന്നതാണ്. വൺസ് നമ്മളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ റെൻഡറിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇവിടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എക്സൂസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഇത് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കാം. ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടത്. കൂടാണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.